ശരിയായ പദം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ പദം എന്ന് പറയുന്നത്, വിദ്യുത് ശക്തി. ഓക്കെ, ഇത് നമ്മളോട് പിരിച്ചെഴുതാനും ചോദിക്കാറുണ്ട്. എങ്ങനെ പിരിച്ചെഴുതും? വിദ്യുത് അധികം ശക്തി എന്തായിട്ട് വരും? വിദ്യുത് ശക്തിയായിട്ട് വരും. ഓക്കെ, ഈ തായും ഷായും ശ്രദ്ധിക്കുക, ഇവിടെ തായും ഷായും എന്തായിട്ട് മാറും? ഇച്ഛ എന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു വാക്കാണ് ജീവച്ഛവം എന്ന് പറയുന്നത്. ജീവച്ഛവം എങ്ങനെ പിരിച്ചെഴുതാം? ജീവത് അധികം ശവം. ഓക്കെ, ജീവത് അധികം ശവം. ഇവിടെ എന്ത് വന്നു? വീണ്ടും തായും ഷായും വന്നു. അതെന്തായിട്ട് മാറി? ഇച്ഛ എന്നായിട്ട് മാറി. ഇനി നിങ്ങൾ നോക്കുക, നമുക്കറിയാം മറ്റൊരു വാക്ക് നമുക്കറിയാം, ശരത് ചന്ദ്രൻ. ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ശരത് ചന്ദ്രൻ എന്ന് പറയുന്ന വാക്ക് പിരിച്ചെഴുതിയാൽ നമുക്ക് എന്ത് വരും? ശരത് അധികം ചന്ദ്രൻ. ശരത് അധികം ചന്ദ്രൻ. ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ തായും ചായുമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ചേർത്ത് എഴുതുമ്പോൾ എന്ത് വരും? ശരത് ചന്ദ്രൻ. ഇച്ഛ, ഈ ഇച്ഛയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ തായും ഷായും വന്നാൽ എന്ത് വരും? ഇച്ഛ, അച്ഛൻ എന്നുള്ള ആ ഇച്ഛ വരും. പക്ഷെ തായും ചായുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇച്ഛ, വെറും ഇച്ഛ എന്ന് മാത്രമാണ് വരിക. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതൊന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ശരിയായ വാക്യം കണ്ടെത്തണം. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ എന്താണ്? എനിക്ക് തലവേദനയുണ്ട്. ഐ ആം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക്. എനിക്ക് തലവേദനയുണ്ടെന്ന് നമ്മൾ എങ്ങനെ പറയാ? ഐ ആം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക് എന്നല്ലേ പറയാ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? നമുക്കറിയാം എന്താണ്? ജിജ്ഞാസ എന്നാണ്. എന്താണ് വിവക്ഷ എന്ന് പറഞ്ഞാൽ? എന്താണ്? പറയാനുള്ള ആഗ്രഹമാണ് എന്ത്? വിവക്ഷ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചത് അറിയാനുള്ള ആഗ്രഹമാണ്, എന്താണ്? ജിജ്ഞാസയാണ്. ഇനി ഭക്ഷിക്കാനുള്ള ആഗ്രഹം എന്താണ്? ബുഭുക്ഷയാണ് കേട്ടോ, ബുഭുക്ഷ. ഇനി അടുത്തത്, പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായ പദം ചുവടെ നൽകിയിരിക്കുന്നവരിൽ നിന്നും കണ്ടെത്തണം. എന്താണ്? പക്ഷിക്കൂട് എന്നതിന്റെ പര്യായ പദം എന്താണ്? നീഡമാണ് കേട്ടോ. നീഡജം എന്ന് പറഞ്ഞാൽ എന്താണ്? നീഡജം എന്ന് പറഞ്ഞാൽ എന്താണ്? നീഡജം എന്ന് പറഞ്ഞാൽ പക്ഷിയാണ് കേട്ടോ. നീഡം എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂടും, നീഡജം എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും പക്ഷിയുമാണ്. അത് തെറ്റിപ്പോവരുത് കേട്ടോ. നീഡം എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂടും, നീഡജം എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷിയുമാണ്. വാക് പ്ലസ് വാദം ചേർത്ത് എഴുതിയാൽ എന്ത് വരും? വാക് പ്ലസ് വാദം വാഗ്വാദം എന്ന് വരും കേട്ടോ, വാഗ്വാദം. അമരം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? അണിയം എന്നാണ് കേട്ടോ, അണിയം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. എന്താണ്? അധികമായാൽ അമൃതും വിഷമാണ് എന്നത് എന്താണ്? പഴഞ്ചൊല്ലാണ് അല്ലേ. ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ശൈലിയാണ്. ഇതെന്താണ്? ഇതൊരു കടങ്കഥയാണ് അല്ലേ. അപ്പൊ ഇവിടെ പഴഞ്ചൊല്ലായിട്ട് വരുന്നത് എന്താണ് ഉള്ളൂ? അധികമായാൽ അമൃതും വിഷമാണ്. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. താ വഴി, അമ്മ വഴി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അത് തായ് പ്ലസ് വഴി, അമ്മ വഴി, തായ് വഴി, താ വഴി. ചേർത്തെഴുതിയാൽ ശ്രദ്ധിക്കണം, തായ് വഴി എന്നല്ല എഴുതേണ്ടത്, താ വഴി എന്നാണ് കേട്ടോ. അത് നമുക്ക് തെറ്റിപ്പോവും. താ വഴി, താ വഴി, തായ് പ്ലസ് വഴി എന്നാണ് പിരിച്ചെഴുതുക. പക്ഷെ അത് ചേർത്തെഴുതിയാൽ എന്താണ് വരിക? താ വഴിയാണ് കേട്ടോ, തായ് വഴി എന്ന് തെറ്റിച്ചെഴുതരുത്. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. ആർമാർക്കൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ബഹുവചന പ്രത്യയം എന്ന് പറയാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ഇള്ളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ബഹുവചനാണെന്ന് വിചാരിക്കും. പെങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, സിസ്റ്ററിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പെങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? അത് ഏകവചനം.